വേഗം താൻറ്റി അതൊന്നും എനിക്ക് മാത്രം കുറച്ച് என்ன சிவா குளிக்கும் போது அப்படிதானே ஆகும். ആണെങ്കിൽ ഇതെടുത്തു. ഓ കനകാന്റിയുടെ കോഫി ഐ മിസ് ദിസ്. ആന്റി അത് പറഞ്ഞപ്പോഴാണേ നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് കഷ്ടിച്ച് ഒരു 200 മീറ്റർ ആഞ്ഞു പിടിച്ച 5 മിനിറ്റോടെ നടന്നെത്താം ഒരു കിടിലൻ ഹോട്ടൽ. ആ പേര് കേൾക്കണം ആന്റിക്ക്, മധുരൈ സാപ്പാട്. ഓ എന്റെ ആന്റി ഫുഡ് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. രാവിലെ ഉപ്മ, പൊങ്കൽ, ദോശ, ഇഡ്ഡലി, വട, അതും നല്ല മെതുമെതുന്നിരിക്കുന്ന ഇഡ്ഡലി, മെതുമെതുന്നിരിക്കുന്ന വട. ഉച്ചയ്ക്കാണെങ്കിൽ മീൽസ് ഉണ്ട്, പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ കിട്ടും. വൈകിട്ട് ചില്ലി പൊറോട്ട, കൊത്തു പൊറോട്ട, പൊറോട്ട, അതും സാലഡ്. എന്റെ അമ്മോ ഒരു രക്ഷയില്ല. അത് മാത്രമല്ല ഇവരുടെ രാവിലത്തെ ഒരു സ്പെഷ്യൽ ഇഡ്ഡലി ഉണ്ട്. അയ്യോ എന്താണ്, മധുരൈ കുട്ടി ഇഡ്ഡലി. ഇതിന് സൈഡില് കുറച്ച് ചമ്മന്തിപ്പൊടി, കുറച്ച് മറ്റേ ഈ കടലപ്പരിപ്പ് അരച്ചുണ്ടാക്കുന്ന വെള്ള ചമ്മന്തി, കുറച്ച് തക്കാളി ചമ്മന്തി, നല്ല സുടുസുടാ സാമ്പാർ. ഇതിങ്ങനെ മുക്കിയിട്ട് എന്താ ആന്റി സ്വർഗം എന്ന് പറഞ്ഞാ മതി, അത്ര ടേസ്റ്റ്. சிவா மதுரைக்காரங்க தானே, அவங்க சமைச்சா அப்படிதான் ரொம்ப ருசியா இருக்கும். അതേ താൻ. അത് മാത്രമല്ല അത് നടത്തുന്നത് ഒരു അങ്കിളും ആന്റിയും കൂടെയാണ്. അത്യാവശ്യം പ്രായമുണ്ട് അവർക്ക്. കൂട്ടിന് ഒരു 2-3 പയ്യന്മാരും ഉണ്ട്. എന്തൊരു സ്നേഹമെന്ന് പറയോ ആന്റി. നമ്മൾ ചെന്നങ്ങോട്ട് കേറിയാ മതി, കേറുമ്പോഴത്തേക്കും കാര്യം ചോദിക്കില്ല. എപ്പടി ഇരിക്കുங்க, நல்லா இருக்குங்களா, എക്സാം മുടിഞ്ഞിരിച്ചാച്ചാ. ഇതിങ്ങനെ സംസാരിച്ച് നമ്മൾ കഴിച്ചു തീർക്കും. നമ്മൾ അറിയത്തില്ലാന്നേ. നമ്മൾ കഴിച്ചു തീർക്കും, വീണ്ടും ഒരു കൊണ്ടുതരും, കഴിച്ചു തീർക്കും, വീണ്ടും കൊണ്ടുതരും. ചെന്നിരുന്ന മിനിമം ഒരു 10-20 ഇഡ്ഡലിക്ക് ഒരാൾ കഴിക്കും. ആ மதுரைக்காரங்க அப்படிதான், பாசம் இருந்துன்னா ரொம்ப பாசம் தான். ஆனா சண்டை போட்டுன்னு வச்சுக்கோ, அவ்வளவுதான், வாள் எடுத்துக்குவாங்க. പിന്നെ കോഫിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായിട്ട് ഒരു ഫിൽറ്റർ കോഫി, ഈ കുംഭകോണം ഫിൽറ്റർ കോഫി ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സാധനം. അത് അവിടുത്തെ അമ്മ ഇങ്ങനെ എടുത്തിങ്ങനെ ആടിച്ച് ഇങ്ങനെയാണ് കൊണ്ട് വെച്ചോണ്ടല്ലോ, ഹോസ്റ്റലിരുന്ന് നമുക്ക് മണം കിട്ടുവാൻറ്റി. അപ്പൊ തന്നെ വന്ന് നമ്മൾ കുടിക്കും. നമ്മളെ ഫുൾ ഗ്യാങ് ഇപ്പൊ ആ ഹോട്ടലിൽ തന്നെയാണ് 24 മണിക്കൂറും. നല്ല കച്ചര വിട്ടിട്ടത് കാരണം പറയണമല്ലോ. ചേച്ചി ചേച്ചി ഉണ്ട്, ചേച്ചിയുടെ ഒരു കോഫി ഉണ്ട്. ചേച്ചി ചെന്നൈയിൽ നിന്ന് വരുമ്പോ ഓരോ കഥ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ലേ, മാറങ്ങോട്ട് ഇങ്ങോട്ട് മാറിങ്ങോട്ട്. ഞാൻ ഇവിടെ കാര്യം പറയാറുന്നല്ല, ഞാൻ കാര്യം പറഞ്ഞങ്ങ് മാറിക്കോളാം. എന്നെ എന്തിനാ തള്ളിയേ? നീ എന്നെ പിടിച്ച് തള്ളിയുണ്ട്. പിന്നെ ഞാനിപ്പോ തള്ളി, ഞാൻ മാറ്റി നിർത്തിയതല്ലേ. ഞാൻ മാറ്റി നിർത്തിയതല്ലേ. ആ നീ മാറ്റി നിർത്തി, ഞാൻ നിന്നെ മാറ്റി നിർത്തി, തീർന്നല്ലോ കാര്യം. എന്നിട്ടുണ്ടല്ലോ ആന്റി അവിടത്തെ ഒരു ചേച്ചി അല്ല രണ്ടും ഭയങ്കര ഷോ ആയിരുന്നു. ഞങ്ങള് പിന്നെ ഇത് കണ്ടോണ്ടും കേട്ടോണ്ടിരുന്നതാ. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക, എന്റെ പൊന്നു പിള്ളേരെ ആ കുഴപ്പമുള്ളത്തെ അച്ഛനമ്മ അവിടെ നിരിപ്പില്ലേ, അവരിതൊക്കെ കേട്ട് എന്തിനു വിചാരിക്കും? ഒന്നാമത് ഇത്ര നേരം എന്നോട് അച്ഛൻ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു, ആ മക്കളെ ഇവിടെ ഭയങ്കര തല്ലും അടിയും പിടിയൊക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഉള്ളതാണോന്ന്. ഞാൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അതങ്ങ് ഡീൽ ചെയ്ത്. കിണി അയ്യോ ഞഞ്ഞായിരിക്കണ്. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുഴപ്പമുള്ളത്തെ അച്ഛൻ രാവിലെ വൈകിട്ടൊക്കെ നടക്കാൻ പോകുമ്പോ നാട്ടുകാരെന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പേപ്പർ വരാതിരുന്നാ കൊള്ളാം. ചേട്ടാ, ചേട്ടന് പറഞ്ഞോടായിരുന്നാ ഷിബു റോക്സ് വരുമ്പോഴേ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്? ഷിബു റോക്സ് വരുന്നത് ചേച്ചി കാരണ, ശിവ ചേച്ചി കാരണാന്ന്. എന്തോ എന്തോ എങ്ങനെ? ഞാൻ സത്യമല്ലേ പറഞ്ഞേ? അമ്മൂമ്മ വേണ്ട കൊച്ചോരൊക്കെ വിളിച്ചു പറഞ്ഞേട്ടാ. നീ രാവിലെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അമ്മുമ്മ ഞാൻ സത്യമല്ലേ പറഞ്ഞേ? ശിവ ചേച്ചി ഇവിടെ വരുമ്പോഴല്ലേ ഷിബു റോക്സ് ഇങ്ങോട്ട് വരുന്നേ. ചേച്ചി ചെന്നൈയിലാണെങ്കിൽ ഷിബു റോക്സ് ഇങ്ങോട്ട് വരുവോ? അമ്മൂമ്മ എന്തോ ഇത്ര ചിരിക്കാനായിട്ട്? അമ്മൂമ്മ കൊച്ചിനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ. ചേച്ചി വന്നപ്പോ തൊട്ട് ഇവിടെ പ്രശ്നം തുടങ്ങിയതാ. ചേച്ചി വരുന്നതിന് മുമ്പ് വരെ ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു അല്ലേ ഏട്ടാ? അമ്മൂമ്മ ഇവിടെ വേഗം ഇവിടുന്ന് പറഞ്ഞു വിട്ടോ. എന്റെ സ്വഭാവം മാറും, ഞാൻ എന്തെങ്കിലും കയറി ചെയ്യും. പിന്നെ എന്റെ അടുത്തൊന്നും പറഞ്ഞേക്കല്ല ഇവിടെ ആരും. ஷோ 2 பேரும் கொஞ்சம் சண்டை போடாம இருங்க. பாரு நான் உனக்கு பால் எடுக்கட்டா? വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആന്റിയുടെ പാല്. എനിക്ക് പാലൊന്നും വേണ്ട. അതെ രണ്ടും നിർത്തിക്കോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടാ. കൊച്ചേ നീ എന്തിനാ ഇപ്പൊ ഇവിടെ കയറി വന്ന് ഇത്ര കിടന്ന് തുള്ളണത്? എനിക്ക് 2 പെൻസിലും വേണം, ഒരു നോട്ട്ബുക്കും വേണം. അത്രയല്ല വേണ്ടു, അത് ഞാൻ മേടിച്ചു തരാം. എനിക്കിനി ഒന്നും വേണ്ട, ഞാൻ എന്റെ പഠിപ്പ് നിർത്തിയേ. അതിന് മുന്നേ നീ പഠിക്കാറൊന്നും ഇല്ലല്ലോ, പിന്നെ ഇതിനിപ്പോ പഠിപ്പ് നിർത്താത്. ചേച്ചി പാറോ ശിവ നിർത്തടി മതി. ഇപ്പൊ മിക്കവാറും നിങ്ങളുടെ ശല്യം കാരണം അവർ 2 പേരും കൂടി ഇറങ്ങി പോകും കേട്ടാ. അതെ
എല്ലാവരുടെയും കൂടെ ഇടയ്ക്കായതുകൊണ്ടേ പാറുവിനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ, അതിന്റെ കുഴപ്പമാ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ആ പാറു, ഇനി തൊട്ട് അമ്മൂമ്മ നിന്നെ ശ്രദ്ധിച്ചോളൂ. എന്തോന്ന് നിക്കണത്? ചേച്ചി പറഞ്ഞിട്ടില്ലേ പോവാൻ പറഞ്ഞാ പോണം കേട്ടോ. ഇത്തിരി അനുസരണയൊക്കെ ആവാ. ശിവ, നീ ഇനി കൊച്ചിനെ ഒന്നും പറയണ്ട, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലയോ? അയ്യോ ഞാനൊന്നും പറയുന്നില്ല. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞോട് എടുക്കണൊന്നും കാണിക്കണ്ട. ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും സ്വഭാവ എല്ലാം പറയുകയും ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് പറയും കൊച്ചിനെ ഒന്നും പറയല്ലേ. അയ്യോ ഇതെനിക്കറിയാലോ. നീ ഇപ്പൊ തുടങ്ങും കരച്ചിലായി, പിടിച്ചിലായി, ഏങ്ങലടിക്കലായി, പിന്നെ അങ്ങ് നെഞ്ചത്തരി ബഹളമായിരിക്കും. എന്നെ ഇവിടെ ആർക്കും വേണ്ടൊക്കെ പറഞ്ഞോണ്ട്. ചേച്ചി എന്ത്? അല്ലെങ്കിൽ എന്റെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഇല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്, അതുകൂടെ വരട്ടെ. വാ. ചേച്ചിന്റെ കളിയാക്കണോ? ഞാൻ മറ്റേടൊക്കെ വിചാരിച്ചത്, മറ്റേ ഒരു കുഞ്ഞു കൊച്ചിന്റെ വിഷമം നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ, നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അതെന്താ വരാ? ഞാൻ അതിലിട്ട് വെയിറ്റ് ചെയ്തേ. പറ. ചേച്ചിന് പരീക്ഷയ്ക്ക് പൊട്ടിട്ട് ഇങ്ങോട്ട് വരികയല്ലോ, എന്നിട്ട് കരയല്ലോ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ആ കാണിച്ചു തരണേ. തള്ളിട്ട് അടുക്കളയുടെ മേൽക്കൂര ചോരുന്നെന്ന് പറഞ്ഞിട്ട് പണി തുടങ്ങിയിട്ട് ഇപ്പൊ മൊത്തം കയ്യിലെ പൈസ ചോർന്നു പോകുന്ന പേടി. വീട് പണി അങ്ങനെയാണ് സീതേ, നമ്മൾ തൊട്ട് കഴിഞ്ഞാ പിന്നെ ഒരു അറ്റം കണ്ടിട്ട് നിർത്താൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തായാലും വല്ലാത്തൊരു പരിപാടിയായിപ്പോയി. ആണല്ലേ പറഞ്ഞത്. അതിന്റെ ഇത് അടുക്കളയുടെ ചോരണ് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി താ, അതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്ന്. ഇപ്പൊ ഏകദേശം കാര്യത്തിനൊക്കെ ഒരു തീരുമാനമായില്ലേ? തീരുമാനമായി. പാറു എന്നതേ ഉറങ്ങാൻ തോന്നുന്നു. കരയാണോ? കരയാണോ? പാറുവേ, പാറു എന്തു പറ്റി? പാറുക്കുട്ടി, സീതമ്മ ഒന്ന് നോക്കിക്കേ. അയ്യോ കരയുന്നു. പാറു വന്നേ, നീ വന്നേ ചോദിക്കട്ടെ. ഇങ്ങോട്ട് വാ എന്റെ പൊന്നല്ലേ, അമ്മ പറയും. എന്തോ പറ്റിയത് ചോദിക്കട്ടെ. കരയണ എന്തു പറ്റിയത്? എല്ലാവരും വഴക്ക് പറയാ. ഓച്ചോടാ, എല്ലാവരും വഴക്ക് പറഞ്ഞ പാറുന, അത് മോശമായി പോയല്ല. എന്തിനാ മോളെ വഴക്ക് പറഞ്ഞേ? അത് പറ. എന്നെ വഴക്ക് പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ, എല്ലാവരും വഴക്ക് പറയും. എന്റെ കാര്യം കേൾക്കാൻ ഇവിടെ ആരുമില്ല. അയ്യോ, മക്കളുടെ കാര്യം കേൾക്കാൻ അച്ഛനും അമ്മയില്ലേ? പറ എന്താ? ഞാനൊരു പെൻസിലും ബുക്കും മേടിക്കാൻ ലച്ചേച്ചി പറയാൻ അങ്ങോട്ട് ചെന്നതാ. അപ്പൊ ശിവചേച്ചി എന്നെ കൊറേ വഴക്കം പറഞ്ഞു. ആഹാ, എന്നത് ചോദിക്കണല്ലോ ശിവനോട്. അച്ഛാ, അച്ഛനെ ചോദിക്കാനൊന്നും പോണ്ട, എനിക്കിവിടെ ജീവിക്കാനുള്ള. അച്ഛൻ വീട്ടു പണിക്ക് ശേഷം അങ്ങ് പോവും. എന്നാലൊന്ന് ചോദിക്കണല്ലോ. ശിവമോളെ, എന്താ കുഴപ്പമില്ല? ഒന്നുകൂടെ വരെ വന്നേ. ആ വരുവാ. ഇവിടെ ഇരിക്കുവായിരുന്നു. എന്തേ? ശിവമോളോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഒന്നിങ്ങോട്ട് മാറിക്കൂ. അച്ഛാ വേണ്ട. ചേട്ടാ ചോദിക്കേട്ടാ. അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ചോദിച്ചോ. ചോദിക്കും. ശിവ എന്തിനാ ഒരു കാര്യമില്ലാതെ പാറുവിനെ ചീത്ത പറഞ്ഞത്? ഓ, അടുക്കള നടന്ന കണ്ണീർ പരമ്പരയുടെ ബാക്കിയായിരിക്കും അല്ലേ പാറു? അച്ഛോ, വേറെ ആര് വഴക്ക് പറഞ്ഞാലും മോക്ക് വിഷമാവത്തില്ല. ശിവമോള് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് വിഷമാവത്തില്ലേ? ശിവമോൾ ഇവിടെ ഇല്ലാത്ത ദിവസത്തിലൊക്കെ എത്ര വട്ടം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശിവചേച്ചിയെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഇല്ല മോനെ? പിന്നെ ഭയങ്കര മിസ്സിംഗ് ആണ്. ഞാൻ ഇവിടെ ഇല്ലാത്തതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ സന്തോഷിക്കുന്നത് ഇവളായിരിക്കും. കൊച്ചിനെല്ലാവരും വഴക്ക് പറയുന്ന പരാതി. ഓഹോ, പരാതി ഇവിടെ എത്തിയോ? അമ്മ ഇത് കണ്ടോ? ഒരു വിഷയം അമ്മൂമ്മയ്ക്ക് അറിയത്തില്ല, എന്നിട്ട് എന്നെ കുറ്റം പറയുന്നുണ്ടോ? അതിന് ഞാനെന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. ഇത്ര നേരം എല്ലാവരും പറയുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. എന്റെ സൈഡിൽ ആരും ഒന്നും പറയുന്നില്ല. അതാണ് പോയിന്റിൽ നിൽക്കുക, അങ്ങോട്ട് ഒന്നും മാറല്ലേ. എല്ലാവർക്കും ശിവചേച്ചനും കേശവനെ മതിയല്ലോ. എല്ലാവർക്കും ഞങ്ങളെ ഭയങ്കര കാര്യമാ. കാരണം എന്തുവാ? ഞങ്ങൾ നല്ല പിള്ളേരാ, എന്റെ സ്വഭാവം കൂടെ നന്നായിരിക്കണം. അമ്മ പറയുന്ന കേട്ടോ? നേരത്തെ അടുക്കള വെച്ചെന്നെ ഉന്തി തള്ളിയിട്ട്. ശിവ, ഈ പിഞ്ചു കുഞ്ഞിനെ തള്ളിയിട്ടോ? എന്റെ അച്ഛ അമ്മ, നിനക്ക് തോന്നുന്നുണ്ട് എന്നെ കൊണ്ട് ഈ കുഞ്ഞു കൊച്ചിനെ തള്ളിയിടാൻ പറ്റുമെന്ന്?
ഞാൻ ആകെ ഇവളെ ഒന്ന് പിടിച്ചുന്തി. ആദ്യം ഇവളാണ് പിടിച്ചുന്തിയത്, അതുകൊണ്ട് ഞാൻ തിരിച്ചുന്താണ് ചെയ്തത്. എന്താ മോളെ ഇത്? അവള് നിന്റെ കുഞ്ഞനിയത്തിയല്ലേ? അതിന്റെ ഒരു ദയയില്ല എന്റെ അടുത്ത്. സത്യം പറഞ്ഞ എന്റെ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാ. അമ്മമ്മ പറഞ്ഞത് കേട്ടില്ല? ഞാനൊന്നും പറയുന്നില്ല, ഞാൻ നിങ്ങളായി നിങ്ങളുടെ പാടായി. അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി ഞാനും കൂടെ വരാം നിങ്ങൾ കുഴിപ്പള്ളത്ത് പോകുമ്പോ. നമുക്കിനി അവിടെ നിക്കാം. അതിനെന്തല്ലേ? എന്റെ ദൈവമേ, ഇപ്പോഴാ സമാധാനായത്. വേഗം കൊണ്ടുപോകാം, ഇവിടെ നിർത്തണ്ട, എത്രയും വേഗം പൊക്കോ. അമ്മ പറയുന്ന കേട്ടോ അമ്മേ? ശിവ, നീ നിന്റെ ജോലി നോക്കി പോയേ. അത് തന്നെ പോകാൻ കുറച്ച് സമാധാനം കിട്ടട്ടെ. ഒരു ബുക്കും പെൻസിലും മേടിക്കാൻ വേണ്ടി ലജ്ജിച്ചെടുത്ത് പറയാൻ വന്നപ്പോഴത്തേക്ക് ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു, ഉന്തി തള്ളിയിട്ട്. ഇപ്പൊ എന്താ എന്റെ പ്രശ്നം? ബുക്കും പെൻസിലും അത്രയല്ലേ ഉള്ളൂ. പഠിത്തത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് ആകെ ഒരു കോംപ്രമൈസ് ഉള്ളത്. ബുക്ക് കൈകൊണ്ട് തൊടത്തില്ല എന്ന് പറഞ്ഞാ പിന്നെ തൊടത്തില്ല. അതൊക്കെ തൊട്ടോളൂ കൊച്ച് അല്ലേ? ഇപ്പൊ എന്താ വേണ്ടത്? ബുക്കും പെൻസിലും. വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. വാ അച്ഛാ, അമ്മേ വാ. പോരെ? ഇതൊക്കെ കാണണം. അല്ല, നിനക്ക് എന്തോത്തിന്റെ കുഴപ്പമാ? പിന്നെ അമ്മൂമ്മ കൂടെ അവിടെ സൈഡിൽ നിൽക്കി. നീ എന്തിനാ ചുമ്മാ ഇങ്ങനെ കൊച്ചിനെ വഴക്കുണ്ടാക്കിക്കുന്നേ? വന്നു വന്ന് ആർക്കും നമ്മളെ വേണ്ടല്ലോ, ഞാൻ പോണു. ഇവിടെ ആരോടും ഒരു വകയും പറയാൻ പറ്റത്തില്ല. പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ആന്റി അല്ല ആന്റി കഴിഞ്ഞ ദിവസം മൊത്തം വൃത്തിയാക്കി ഇട്ടത്, എന്നിട്ട് വീണ്ടും അടിച്ചു വരുന്ന. இந்த பாரு லட்சு, குப்பை குப்பையா இருக்கு. அவங்க எல்லாம் இருக்காங்கல்ல, கொஞ்சம் நீட்டா வைக்கணும்ல. ഈ കുപ്പ മൊത്തം പാറുവിന്റെ കലാവിരുതാണ്. ഞാൻ ചെയ്യാം. வேண்டாம், நானே செய்யறேன். അല്ല കുഴപ്പമില്ല, ഞാൻ ചെയ്യാം. ചേച്ചി ഇനി എന്നെ കുറ്റം പറയാൻ തുടങ്ങും. ഈ കാര്യം ചെയ്യാം, എന്നെ എടുക്കാൻ പറ്റുമോ? അല്ല മോളെ, അച്ഛൻ നിന്നെ എടുക്കാനായിട്ട് വന്നൊന്ന് നോക്കിയിട്ട് തോറ്റുപോയതല്ലേ, ഇനി അച്ഛനെ തോപ്പിക്കല്ലേ. അയ്യോ, അമ്മയ്ക്ക് നടുവേദന. അല്ലെങ്കിൽ വേണ്ട, അത് കുറച്ച് ഓവറാവും. എനിക്ക് കൈ പിടിച്ചാൽ മതി. അച്ഛാ വിട്ടേ, എന്താ ഐസ്ക്രീമിൽ തൊട്ട് കളിക്കണ്ടായേ? കയ്യിൽ പിടിച്ചതാണോ? വേണ്ട, ഞാൻ പിടിക്കണല്ലോ. പിന്നെ ഒരു കാര്യം ശരി. കൊറേ നേരം ഇവിടുന്ന് പോയിട്ട് എവിടെ വരെ പോയി? ജംഗ്ഷൻ വരെ പോയി. ஜங்ஷன் வரையா? ஜங்ஷன் வரைக்கும் நடந்து போனீங்களா? മിഠായൊക്കെ ഇവിടുന്ന് കിട്ടി. ജംഗ്ഷനിൽ ചെന്നപ്പോഴാ കളറൊക്കെ കിട്ടിയത്. കളറ്? അതിന് നിനക്കെന്തിനാ കളറ്? അതെന്താ, ഇവള് വരയ്ക്കത്തില്ലേ? ഞങ്ങള് ജംഗ്ഷനിൽ പോയി ഡ്രോയിങ് ബുക്ക് വാങ്ങി, പിന്നെ കുറെ സ്റ്റോറി ബുക്ക് വാങ്ങി, ക്രയോൺ പെൻസില് വാങ്ങി, റബ്ബറും അല്ലാത്ത പെൻസിലും എല്ലാം വാങ്ങി. അല്ലേ മോനെ? ഞാൻ പറഞ്ഞാന്നേ എനിക്കൊന്നും വേണ്ടെന്ന്. ഇവരാനെ നിർബന്ധിച്ചേ. കോളടിച്ചല്ലോ പാറു. പുതിയ കളർ ബുക്ക്, ഡ്രോയിങ് ബുക്ക്, പെൻസിൽസ്. എന്തോന്ന് ചോദിച്ചാ എന്നിട്ട് ഞെരുടുന്നു. ഞാൻ പഴുത്തോന്ന് നോക്കിയതാ. പാറു മക്കളെ, ബാക്കി എല്ലാ സാധനവും നീ കൊറേ മേടിച്ച്, ആ കയ്യിരിക്കുന്ന ഐസ്ക്രീം എത്രണ്ണം മേടിച്ച്? ഒരെണ്ണം മേടിച്ച് എനിക്ക് മാത്രം പോരെ. ബാച്ചാ, നമുക്ക് അകത്തേക്ക് പോവാ, ഇവിടെ ഇന്ന് ശരിയാവത്തില്ല. ആ ശരിയാ, എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കണം. தண்ணியா? நான் எடுத்து தரேன். അച്ഛൻ പൊക്കോട്ടെ, ഇവിടെ ഞാൻ വിടാവേ. വാ അമ്മേ. എന്നാ ബാ. ഞങ്ങക്കേ ഞങ്ങളുടെ കുഞ്ഞനീത്തിയോട് ഒന്ന് സംസാരിക്കാനുണ്ട്. അമ്മ പോയി റെസ്റ്റ് എടുത്തോ. ശരി ശരി. അല്ല വേണ്ട അമ്മേ, ഞാൻ
ഞാനും കൂടെ വരാം. സംസാരിക്കേ പിണക്കൊക്കെ മാറ്റി പണക്കൊക്കെ മാറ്റി സംസാരിക്കാൻ നിൽക്കുമ്പോ ഈ പാറുവിന്റെ ഒരു കാര്യം. കുരുപ്പേ നിനക്ക് നാണുണ്ടോ അവരെ കൊണ്ട് സാധനങ്ങളൊക്കെ മേടിപ്പിക്കാൻ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞ അവരാ നിർബന്ധിച്ചേ. എടി എന്നാ പിന്നെ സാധനമൊക്കെ മേടിപ്പിച്ച് ഇതേപോലെ ഐസ്ക്രീം മേടിക്കുമ്പോ 5-6 മേടിക്കണ്ട. ഇവിടെ എത്ര പേരുള്ളതാണ്? എനിക്ക് മാത്രം പോരെ. അത് ഞാൻ തിന്നില്ലേ? അടങ്ങി. പക്ഷേ നീ എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരെ മുടിപ്പിക്കോ? ഞാൻ എന്ത് ചെയ്യാനാ, അവരെന്നിൽ അഡിക്റ്റ് ആയി പോയി. അടിച്ച് പതിച്ചെന്നുണ്ടല്ലോ. പക്ഷേ പറയാൻ പറ്റുന്നില്ല. തിന്നു ഒറ്റക്കിനും തിന്നു നീ നന്നായിട്ട് തിന്നു. ചേട്ടാ ചാട്ടന്റെ മാറിയ കൊണ്ട് നീ ഇത് തിന്നണ്ട. തുപ്പടി എന്താ എന്താണ് പ്രശ്നം? എന്താ അമ്മ എനിക്ക് നാണമില്ലെന്നൊക്കെ ചോദിക്കുന്നവര്. എന്തിന് ആ എന്തിനാ നാണയില്ല എന്നൊക്കെ ചോദിച്ചേ? എനിക്കിത് മേടിച്ചു തന്നോണ്ട്. ലച്ചുവേ അല്ല, ഈ കളർ പെൻസിലും സാധനങ്ങളൊക്കെ ഇവളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ വെറുതെ എന്തിനാണ് അമ്മേനെ കൊണ്ട് മേടിപ്പിച്ചേന്ന് ഞാൻ ചോദിച്ചുള്ളൂ. വീണ്ടും കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കല്ലേ? ഓ ശരി. എന്റെ മക്കളെ വേണം കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട്. പാവം കൊച്ചി, വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ സംശയം. സാരില്ല, പോട്ടെ. ഇന്ന് അവളുടെ ദിവസാ, കിട്ടും. എന്റെ കയ്യിലും കിട്ടും. ഞാൻ പിടിച്ചു വലിച്ചിട്ടൊന്നും തന്നില്ലെന്ന് ആലോചിക്കണേ. പാറക്കുട്ടി, അതെ ഇനി മോക്ക് എന്ത് വേണമെങ്കിലും കുഴപ്പമില്ലാത്തമ്മയോട് പറഞ്ഞാ മതി. അമ്മേ ഓ എനിക്ക് ഉടുപ്പൊന്നും വേണ്ട. എനിക്ക് ഉടുപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓ ഉടുപ്പ് മാത്രമല്ല, ഇയാൾക്ക് തൽക്കാലം വേണ്ടതല്ല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്റെ കാര്യങ്ങളൊന്നും നോക്കാത്ത ആളാ. ഇപ്പൊ എനിക്ക് അമ്മ എനിക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു തരാന്ന് പറഞ്ഞോണ്ടാ ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. അതെ ശിവമോളെ, കുഞ്ഞിനോട് ആവശ്യമില്ലാതെ ചുമ്മാ വഴക്ക് പിടിക്കല്ലേ. അവള് കുഞ്ഞല്ലേടാ. അതിന്റെ പരിഗണന ഒന്നും ഇല്ലമ്മ. അമ്മയ്ക്ക് അറിയോ, എനിക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ മേടിക്കാൻ വേണ്ടി ഇവരുടെ പുറകെ നടന്നിട്ടുണ്ട് ഒരു ദിവസം മുഴുവൻ. എന്നാലേ മേടിച്ചെടുത്തുള്ളൂ. അതെന്റെ മക്കളെ, അവർക്ക് സമയമില്ലാത്തോണ്ടല്ലേ. പണ്ടൊക്കെ ലച്ചേച്ചി എന്നെ നോക്കുമായിരുന്നു. ശിവചേച്ചിയാ ഞങ്ങള് തമ്മിൽ വഴക്കാപ്പിച്ചത്. ആയിക്കോട്ടെ തന്നെ, ഞാനാണ് വഴക്കാക്കിപ്പിച്ചത്. ആ പറവേ, ശിവചേച്ചിയോട് അങ്ങനെ പറയല്ലേ. മക്കളുടെ ചേച്ചിയല്ലേ ഇത്. ശിവചേച്ചിക്ക് എന്ത് ഇഷ്ടമെന്നറിയാ മോനെ. എന്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്നൊക്കെ എനിക്ക് അറിയാമേ. പക്ഷെ ചില സമയം എന്നെ ഒറ്റപ്പെടുത്തി കളയും. അമ്മ അച്ഛനും ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ബലമായി. എന്തുവാ സീത എവിടെ പറയുന്നത്? എവിടെ ആരും നോക്കുന്നില്ലെന്നോ? അയ്യോ, കൊച്ചു കുറ്റമൊന്നുമായിട്ട് പറഞ്ഞില്ല. നിങ്ങൾ ഇങ്ങനെ തിരക്കിനിടയിലാവുമ്പം അവള് പറയുന്ന ചില കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. ശിവചേച്ചി ആളെയും കൂട്ടിക്കൊണ്ട് വന്നേതല്ലേ? ഞാരെ വിളിച്ചോണ്ട് വന്നൊന്നുമില്ല. ഞാൻ ചുമ്മാ അടുക്കളയിൽ നിന്ന് തിരിച്ചിറങ്ങി പോന്നപ്പോ ഇവരും കൂടെ പോന്നു. എനിക്ക് പറയാൻ പറ്റുമോ അമ്മൂമ്മന്റെ പുറകെ വരരുതെന്ന്? അവള് മിടുക്കിയല്ലേ ആർക്കുട്ടി. കുഴപ്പളത്തെ വീടിന്റെ പണി കഴിയുമ്പം നമ്മൾ കുഴപ്പളത്തേക്ക് താമസം മാറും. ചെലവോടെ ചെലവായിരിക്കും. പറയുന്ന കേട്ടോ അമ്മേ? അതിന്റെ അർത്ഥം അമ്മേനെ അവൻ മുടിപ്പിക്കുമെന്നല്ലേ? ഇത് പറയില്ല. നീ നൈസിനെ മുതലാക്കി. இனி சித்தோட அம்மா என்ன சொன்னாலும் அவ கேட்பா. അതിന്റെ കാര്യം പറയണോ? അവളല്ലേലും മിടുക്കിയല്ലേ, ഞാൻ പറയുന്നൊക്കെ കേൾക്കും. ഇനി അല്ലേ മക്കളെ? அப்படின்னா கொஞ்சம் பால் குடிக்கிறதுக்கும் சோறு சாப்பிடுறதுக்கும் சொல்லுங்க, கேப்பா அவ. ഇനി മുതല് അവക്ക് ചോറും പാലും എല്ലാം ഞാനാ കൊടുക്കാൻ പോകുന്നേ അല്ലേ? ഞാൻ ചോറ് തിന്നമ്മേ. പക്ഷെ അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി കറി തന്നെ വേണ്ടേ? ഇവിടെ ആണെങ്കിൽ എന്ന് ചീരയും പിന്നെന്താ പറമ്പിലെ സാധനങ്ങളൊക്കെ കഴിക്കാൻ. നിനക്ക് വേറൊന്നും ഇവിടെ കഴിക്കാനില്ലേ? ഇല്ലല്ലോ. அது என்னன்னா இங்க வாரத்துல 4 நாள் வந்து அம்மாக்கு இந்த வாழைக்கூம்பு அந்த கீரை அதெல்லாம் ரொம்ப பிடிக்கும். அப்ப இங்க பரம்புல எல்லாமே இருக்கு, அதுதான் நாங்க வைப்போம். அதனால அவ சொல்றா. അതൊക്കെ നല്ലതല്ലേ? അതൊന്നും എനിക്ക് ഇഷ്ടമല്ലമ്മേ. എന്നൊന്ന് വിട്ടേ. അഞ്ചിന് വേദന എടുക്കുന്നു. അയ്യോ, വന്നൊരു ചേച്ചിയുടെ വാത്സല്യം കാണിക്കാൻ പറ്റില്ലേ പാറു? അമ്മ ഉള്ളപ്പോ തന്നെ എന്നെ ഇത്രയും ഉപയോഗിച്ചിരിക്കുന്നു. ഇനിയിപ്പോ അമ്മ ഇല്ലാത്തപ്പോ എന്റെ അവസ്ഥ നമ്മ ആലോചിച്ച് നോക്ക്. അമ്മ ഇല്ലാത്തപ്പോ നിന്നെ ഞങ്ങളോട് അലക്കണടി. ഞാൻ ഒരു കൊച്ചുകുട്ടിയാ, എന്നെ ആരും ഉപദ്രവിക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. അതെ, പാറക്കുട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എല്ലാരും ഒന്ന് പോയേ. വാ നമുക്ക് പോവാം. പോയേ, നമുക്ക് പോവാം.
അമ്മേ. കൊള്ളാം. കുഴപ്പമില്ല, സീതമ്മേ, ഓടി വാ എല്ലാരും. എന്താ ഞാൻ മറ്റേ പടം കാണിക്കാൻ വെച്ചതാ. ഞാൻ കരുതി വല്ല ലൈംഗമ്മി പൊട്ടി വീണായിരിക്കും. വീട്ടിനകത്തോ? അല്ല അത് ഞാൻ ഓർത്തില്ലടാ, പെട്ടെന്നേ മേളം കേട്ടപ്പോ. ഈ മെനകെട്ട കൊച്ചിനെയും കൊണ്ട് മനുഷ്യന്റെ ഉള്ള ജീവൻ പോയല്ലോ. കിടന്ന് നിലവിളിക്കണ കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു നിനക്ക് എന്തെങ്കിലും പറ്റി കാണൂന്ന്. അവിടെ കാര്യമായിട്ടുള്ള കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ അവിടെ ഒരു പടം വരാ. ഇത് കണ്ടോ അമ്മ, ഞാൻ നിഷ്കളങ്കമായിട്ടൊരു കാര്യം പറഞ്ഞപ്പോ ചേച്ചി അതിനകത്ത് കുറ്റം കണ്ടുപിടി. അവള് ബഹളം വെച്ചതൊക്കെ ശരിയാണ്, പക്ഷെ നീ ഇത്രയും കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അവള് കുഞ്ഞല്ലേ വെച്ചു. ക്ഷമിക്ക്, അറിയാതെ വായിന്ന് വന്നു പോയതാ. ഇനി ഞാൻ മിണ്ടത്തില്ല. വാ പൂട്ടി. 4 അക്ഷരം പഠിക്കേണ്ട സമയത്തിന് കൊറേ പടം വരച്ചോണ്ടെങ്കിൽ ഇരുന്നോളും. ഇതാണോ നിന്റെ നിഷ്കളങ്കത? ഇതെവിടുന്ന് വന്ന്? എന്നെ അറിയാൻ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റു പിടിച്ചോണം. എല്ലാരും നിന്നെ കുറിച്ച് കുറ്റം മാത്രമേ പറയാറുള്ളൂ. കാരണം എന്തുവാ? നിന്നെ കുറിച്ച് പറയാൻ കുറ്റമല്ലാതെ വേറൊന്നും ഇല്ല. എന്റെ അനിയത്തിയായിട്ട് പറയൂല്ലേ എന്റെ പൊന്ന് സീതാമ്മേ, എവളുണ്ടല്ലോ എവള് ഓന്ത് നിറം മാറുന്നതിനേക്കാളും പെട്ടെന്ന് നിറം മാറും. എന്റെ ലച്ചേച്ചി പോലും ഇത്ര നിറം മാറൂല. ഫ്ലോയ്ക്ക് പറഞ്ഞതാ സാറി. എന്തിനും ഏതിനും എന്നെ കുറ്റപ്പെടുത്തും. ആരും കൂടെ നിൽക്കത്തില്ല. എനിക്ക് അച്ഛനും അമ്മയും കാശ് ഉണക്കി ഇതൊക്കെ മേടിച്ചെന്നതേ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മേ, എനിക്കിതൊന്നും വേണ്ട. ഇതൊക്കെ കുഴപ്പമുള്ളതുകൊണ്ടേക്കോ. അച്ഛാ, എനിക്കിതൊന്നും വേണ്ട. എനിക്കിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി. ഇങ്ങനെ വഴക്ക് പറയല്ലേ മക്കളെ. കരയണത് ഞങ്ങൾ അതിന് സീരിയസ് ആയിട്ടൊന്നും ചക്കരടാ, നോക്ക് മക്കളെ ഭാവി അച്ഛൻ മക്ക എടി മിഠായി കേസടി, ഞാൻ ഒന്നും പറഞ്ഞില്ലടി. ഞാൻ ചുമ്മാ ലച്ചു ചേച്ചിയാണ് കളയാക്കിയത്. ഞാൻ അമ്മച്ചിയാണ്. ഞാനാ പോരെ. തുടങ്ങിയത്. മക്കളെ ചേച്ചി അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ലേ. നമ്മൾ എന്നതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നത്. കരയല്ലേ മക്കളെ. എന്തൊരു ഡാം തുറന്നിട്ടേക്കണ, ചുമ്മാ ഒഴിച്ചു വലിക്കുന്നത് മക്കളെ. പോട്ടെ ഒന്നുമില്ല. ചേട്ടൻ പറയുന്നത് നമുക്ക് ചേട്ടൻ തല്ല് കൊടുക്കാം. എന്താ പറയുന്നേ? ആ തല്ല് ഞാൻ കൊച്ചിനെ പറഞ്ഞ കൊടുക്കണം. വേണ്ട, കൊടുക്കാം. 2 ഇപ്പൊ കൊടുക്കാം. വേണ്ട, വേണ്ടി വേട്ടെ മക്കൾ എന്തിനാ വിളിച്ചേ? ഒരു കാര്യം കാണിക്കാൻ വിളിച്ചതാ. ഇതൊക്കെ ആരാ? ഇത് കുഴപ്പമില്ലാത്തച്ഛൻ, കണ്ടില്ലേ പോസ്റ്റ്. ഇത് കുഴപ്പമില്ലാത്ത അമ്മ, ഇത് ഞാൻ. പാറൂട്ടി അടിപൊളിയായിട്ടുണ്ട്.